ഭാരതത്തിലെ ഏറ്റവും പഴക്കമേറിയ ചികിത്സാരീതികളിൽ ഒന്നാണ് സിദ്ധവൈദ്യം. സിദ്ധി എന്ന വാക്കിൽ നിന്നാണ് സിദ്ധം എന്ന നാമം പിറവിയെടുത്തത്. ഭാരതത്തിന്റെ തെക്കൻ ഭാഗത്തെ ദ്രാവിഡ സന്യാസിമാരിലൂടെ ഉത്ഭവിച്ചതാണ് സിദ്ധവൈദ്യം. സിദ്ധവൈദ്യത്തെക്കുറിച്ചുള്ള മൂലഗ്രന്ഥങ്ങൾ എല്ലാം തമിഴ് ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ളതിനാൽ തമിഴ്നാട്ടിലാണ് ഈ ചികിത്സാരീതിക്ക് പ്രചാരം കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ആവണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കിണറ്റടി വിളാകത്ത് പുത്തൻ വീട്ടിലെ കുടുംബക്കാർക്ക് ഈ സിദ്ധി ദൈവത്തിന്റെ വരദാനമായി ലഭിച്ചത്. 1900 കാലഘട്ടത്തിൽ കന്യാകുമാരി ജില്ലയിലെ ഇരിമ്പിലി ഗ്രാമത്തിലെ പുരാതന കുടുംബമായ കിണറ്റടി വിളാകത്ത് പുത്തൻ വീട്ടിൽ പത്മാവതി തങ്കച്ചിക്ക് പാരമ്പര്യമായി ലഭിച്ച സിദ്ധവൈദ്യം എന്ന ആതുര ശുശ്രൂഷ രത്നാകരൻ തമ്പിയിലൂടെ വളർന്ന് ഇപ്പോൾ ശക്തി ബാബു എന്ന ഇളം തലമുറക്കാരനിലൂടെ ആയിരങ്ങൾക്ക് പുനർജനിയേകുന്ന അമരാലയയിൽ എത്തി നിൽക്കുന്നു. ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ ജന്മദേശമായ കന്യാകുമാരി ജില്ലയിലെ കുളച്ചൽ ഗ്രാമത്തിൻ്റെ അടുത്ത് ഇരുമ്പിലി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഇരുമ്പിലി എന്ന് പറയുന്ന സ്ഥലത്തിനൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ജനിച്ചു വളർന്ന നാടാണ്. എൻ്റെ അച്ഛൻ ജനിച്ചു വളർന്ന നാട്ടിൽ വീട്ടിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് എൻ്റെ അച്ഛൻ്റെ തറവാടാണ്. ഈ തറവാട് തന്നെ കിണറ്റടി വിളാകത്ത് പുത്തൻ വീട് എന്നാണ്. ഈ തറവാട്ടിലെ, അതായത് ഞാനിത് പറയാനുള്ള കാരണം, ഈ അമരാലയ എന്ന് പറഞ്ഞ മരുന്നിൻ്റെ അല്ലെങ്കിൽ ഔഷധത്തിൻ്റെ പാരമ്പര്യം തുടങ്ങുന്നത് ഈ തറവാട്ടിൽ നിന്നുമാണ്. തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെന്റിൽ അസോസിയേറ്റ് പ്രൊഫസറാണ് ഡോക്ടർ RL ശക്തി ബാബു. സസ്യത്തിൽ ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ഫലപ്രാപ്തിയെക്കുറിച്ച് ഗവേഷണം നടത്തിയ അദ്ദേഹം 2000 കേരള സർവകലാശാലയിൽ നിന്നും ബയോകെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് ബിരുദം കരസ്ഥമാക്കുകയുണ്ടായി. ചെറുപ്പം മുതൽ തന്നെ ശക്തിബാബുവിന് സിദ്ധവൈദ്യത്തോട് വലിയ താല്പര്യമായിരുന്നു. തന്റെ പിതാവായ രത്നാകരൻ തമ്പിയുടെ അടുത്ത് വേദനയുമായി വരുന്ന ഉദരരോഗികൾ ചികിത്സ കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവരുടെ മുഖത്ത് തെളിഞ്ഞിരുന്ന ആശ്വാസത്തിന്റെ കിരണം ശക്തിബാബു ശ്രദ്ധിച്ചിരുന്നു. ആയിരങ്ങൾക്ക് ആശ്വാസമേകുന്ന സാന്ത്വനത്തിന്റെ പാതയിലൂടെ വേണം തനിക്കും സഞ്ചരിക്കേണ്ടത് എന്ന് ബാല്യത്തിൽ തന്നെ അദ്ദേഹം മനസ്സിൽ കുറിച്ചിട്ടു. എൻ്റെ പേര് ശിവശങ്കരകുമാർ. രാവിലെ ഉറക്കം എണ്ണീറ്റ് വീട്ടിൻ്റെ മുന്നേ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു പ്ലെൻറ്റി ഓഫ് പീപ്പിൾ വെയർ ജസ്റ്റ് വെയിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇവരുടെ ഈ ബാക്ക്ഗ്രൗണ്ട്, എസ്പെഷ്യലി ഈ മെഡിസിൻ കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്ക് അറിഞ്ഞില്ലായിരുന്നു. ബിക്കോസ് ഐ വാസ് വർക്കിംഗ് ഇൻ എബ്രോഡ്. അപ്പോൾ അമ്മാവൻ്റെ, അതായത് എൻ്റെ അമ്മാവനുമായിട്ട് ഡോക്ടർ രത്നാകരൻ തമ്പിയുമായിട്ട് രാവിലെ ഞാൻ എന്താണ് ഏതാണെന്നുള്ളത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ജോണ്ടിസ് അതിന് മരുന്ന് കൊടുക്കാറുണ്ട്. എന്തോ മരുന്ന്? പച്ചില മരുന്ന്. പിന്നെ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഒരു ബിക്കോസ് ഓഫ് മൈ ഓൺ എന്തൂസിയാസം ഞാൻ അവിടെ മെഡിസിൻ കഴിക്കാൻ വന്ന കുറേ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ സാധ്യത ഉണ്ടായി. അപ്പോൾ സംസാരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ മരുന്ന് അവർ ഒരു മാസം കൊണ്ട് കൺസിസ്റ്റൻ്റായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ പല ആൾക്കാർ ഇതിന് മുമ്പ് കഴിച്ച ആൾക്കാർ റെഫറൻസ് ചെയ്താണ് ഇവിടെ മരുന്ന് കഴിക്കാൻ വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് മാത്തുക്കുട്ടി തങ്കച്ചി എന്ന് പറയുന്ന എൻ്റെ അമ്മുമ്മയുടെ അമ്മയാണ് മാത്തുക്കുട്ടി തങ്കച്ചി എന്ന് പറയുന്ന വ്യക്തി. അവർ ആ സമയത്ത് നാട്ടുകാർക്ക് ഈ വീട്ടിലേക്ക്, ഈ തറവാട്ടിലേക്ക് വരുന്ന മഞ്ഞപ്പിത്ത രോഗികൾക്ക് മഞ്ഞപ്പിത്തവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കരൾ സംബന്ധമായി ബന്ധപ്പെട്ട് അസുഖങ്ങൾക്ക് മരുന്ന് നൽകി വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവരിൽ നിന്നും അടുത്ത പാരമ്പര്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മ പത്മാവതി തങ്കച്ചി എന്ന് പറയുന്ന അമ്മുമ്മയായിരുന്നു. അമ്മുമ്മ ഇതുപോലെ തന്നെ വളരെ വിഷമിച്ച അവസ്ഥയിൽ വരുന്ന രോഗികൾക്ക് ഔഷധം നൽകി അവർക്ക് പ്രോപ്പറായിട്ട് കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെ തന്നെ പഥ്യം എന്ന് പറയുന്ന രീതിയിൽ ഫുഡ് റെസ്ട്രിക്ഷൻസിൻ്റെയും ഇതുമെല്ലാമായിട്ട് ഫോളോ ചെയ്യാൻ പറയുന്ന അനുസരിച്ച് ആ രീതിയിൽ വന്നുകൊണ്ടിരുന്ന ഒരു മരുന്നാണ്. നമസ്കാരം, എൻ്റെ പേര് രശ്മി. എൻ്റെ അച്ഛൻ രത്നാകരൻ തമ്പി, സിദ്ധ ഡോക്ടർ. അച്ഛൻ വന്നിട്ട് എൻ്റെ ഓർമ്മക്കാലം തുടങ്ങിയ തൊട്ട് അച്ഛൻ ജോണ്ടിസിന് മരുന്ന് കൊടുക്കുന്നത് എനിക്കറിയാം. അപ്പോഴും നിറയെ പേഷ്യൻസ് വരും. അവർക്ക് വന്നിട്ട് ഫ്രീ ആയിട്ടേ കൊടുക്കുകയുള്ളൂ. ഞായറാഴ്ച ഒരു ദിവസമേ കൊടുക്കുകയുള്ളൂ. പക്ഷേ നിറയെ ആൾക്കാർ ഒരുപാട് എവിടെ നിന്ന് എല്ലാ സ്ഥലത്തു നിന്നും, ചെന്നൈ
പിന്നെ കേരളത്തിൽ നിന്നൊക്കെ എല്ലാവരും നിറയെ ആൾക്കാർ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ജോണ്ടിസിന് മരുന്ന് കൊടുത്തിട്ടിരിക്കുമ്പോഴത്തേക്കും അവർക്ക് ഈ പുറത്തൊക്കെ പോയി ജോലി നോക്കുന്നവർക്ക് അവർ ഇങ്ങനെ ജോണ്ടിസിന് മെഡിസിൻ കൊടുത്ത് പെട്ടെന്ന് 1 മാസത്തിലൊക്കെ ഗുണമാവും. പക്ഷേ പിന്നെ ഈ പുറത്ത് പോകുന്നവർ വന്ന് അവരുടെ റിസൾട്ട് കൊണ്ടുവന്ന് അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ട് അവർ നോക്കുമ്പോഴത്തേക്കും അവർക്ക് ജോണ്ടിസ് ഉണ്ട്, അത് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവായിട്ട് വരും. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് എൻ്റെ ബ്രദറിന് പേര് വന്നിട്ട് ഡോക്ടർ ശക്തി ബാബു. അപ്പോൾ റിസർച്ച് ചെയ്യുമായിരുന്നു ആ ലിവർ സിറോസിസിന്. അങ്ങനെ റിസർച്ച് ചെയ്തിട്ട് ആ മരുന്ന് കണ്ടുപിടിച്ചു. ജീവിതയാത്രയുടെ ഓരോ പന്ഥാവ് പിന്നിടുമ്പോഴും ഫാറ്റി ലിവർ, ലിവർ സിറോസിസ് തുടങ്ങിയ കരൾ രോഗങ്ങൾക്കുള്ള ചികിത്സാ പ്രതിരോധ തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള തത്രപ്പാടിലായിരുന്നു അദ്ദേഹം. ചികിത്സയുടെ ഓരോ ഘട്ടം പിന്നിടുമ്പോഴും വിവിധ രോഗങ്ങൾക്കുള്ള ചികിത്സയിൽ സസ്യ ഉൽപ്പന്നങ്ങളുടെ സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം പഠിക്കുന്നുണ്ടായിരുന്നു. പത്മാവതി തങ്കച്ചിയിൽ നിന്നും എൻ്റെ അച്ഛൻ, അതായത് രത്നാകരൻ തമ്പി യിലൂടെ അത് കഴിഞ്ഞിട്ടാണ് ഇത് എന്നിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇതിനകത്തോട്ട് ഇൻവോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ മരുന്നിലോട്ട് വരാനുള്ള പാരമ്പര്യം ഇതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്നിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എടുക്കുകയാണെങ്കിൽ 1900 ആണ്ടുകൾ തുടങ്ങി നമ്മളിപ്പോൾ വരുന്നു. ഏതാണ്ട് 124 വർഷങ്ങളായിട്ട് ഈ ഔഷധം പ്രാബല്യത്തിലിരുന്ന് വരുന്നു. അത് നമ്മുടെ അമരാലയ എന്ന് പറയുന്ന ഇതിൽ നിന്നും വരുമ്പോൾ ഏതാണ്ട് 2013 തൊട്ട് നമ്മൾ ഇത് എന്താ പറഞ്ഞാൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇതിന്റെ എല്ലാം പരിണിത ഫലമായി ഒടുവിൽ കരൾ തകരാറുകൾ, ലിവർ സിറോസിസ് എന്നിവയെ സുഖപ്പെടുത്താൻ ഉപകരിക്കുന്ന അമരാലയ എന്ന അത്ഭുത മരുന്ന് പിറവിയെടുത്തു. വൃക്കരോഗം, കരൾ രോഗം എന്നിവ പൂർണ്ണമായും മാറ്റിയെടുക്കുന്നതിലും അമരാലയ പ്രതീക്ഷ നൽകുന്നു. പാരമ്പര്യമായിട്ട് ചികിത്സാ രീതികൾ ചെയ്തു വന്നിരുന്ന ഒരു ഫാമിലിയിൽ നിന്നും തന്നെ നമ്മൾ എത്തിയതുകൊണ്ട് ശരിക്കും എൻ്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഞാൻ കണ്ടുവന്നേക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംഭവം എന്താ പറഞ്ഞാൽ, ഈ കരളിൻ്റെ അസുഖത്തിന് ഏത് രീതിയിൽ മരുന്ന് നമുക്ക് ഫലപ്രദമായിട്ട് ചികിത്സിച്ച് പുറകിലോട്ട് കൊണ്ടുവരാൻ പറ്റും, ഏത് ടൈപ്പിലെ മരുന്നുകളാണ് അതിന് എഫക്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെ രീതികളിലോട്ടാണ് മുന്നോട്ട് പോകുന്നത്, ഇതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് തന്നെ പഠിക്കാൻ തീരുമാനിച്ചു പറഞ്ഞാൽ ബേസിക്കലി ഞാൻ നേരത്തെ വന്ന വഴികൾ പറഞ്ഞു കഴിഞ്ഞാൽ BSc എന്ന് പറയുന്ന, അതായത് ബാച്ചലർ ഓഫ് സയൻസ് എന്ന സബ്ജക്റ്റും അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് സയൻസും അനിമൽ സയൻസ് അല്ലെങ്കിൽ സുവോളജി എന്ന് പറയുന്ന സയൻസ് സബ്ജക്റ്റിൽ നിന്നും ഈ മരുന്നിനെ തന്നെ, അതായത് മരുന്ന് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് PhD അല്ലെങ്കിൽ ഗവേഷണം എന്നുള്ളത് ബയോകെമിസ്ട്രി വിഭാഗം സെലക്ട് ചെയ്ത് ബയോകെമിസ്ട്രി മാത്രമല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ഗാസ്ട്രോ എൻട്രോളജി എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടർ KT ഷെണായി സാറിനെയും, അതുപോലെ തന്നെ ബയോകെമിസ്ട്രി കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ K സരസ്വതി ദേവി ടീച്ചറിൻ്റെയും കീഴിൽ ഗവേഷണം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് നടത്തുകയായിരുന്നു. അതിലും ഞാൻ ഈ മെഡിക്കൽ കോളേജ് ഗാസ്ട്രോഎൻട്രോളജി ബേസിക്കലി ഒരു ക്ലിനീഷ്യൻ അല്ലാത്ത ഞാൻ ഒരു ക്ലിനീഷ്യൻ്റെ അണ്ടറിൽ PhD ചെയ്യാനുള്ള ഒരു രീതി തന്നെ, അല്ലെങ്കിൽ അതിലോട്ട് വരാനുള്ള എൻ്റെ സംഭവം തന്നെ ഏതിൽ നിന്നാണ് വന്നേക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ട്രഡീഷനാണ്. അതുപോലെ അച്ഛൻ ചികിത്സിച്ച രോഗികൾ, അതുപോലെ അച്ഛൻ്റെ ഫാമിലിയിൽ ഉള്ള അതെല്ലാം അതിൻ്റെ ആ ഒരു സംഭവത്തിൽ നിന്നും ഏതൊക്കെ രീതിയിൽ ട്രഡീഷണൽ രീതിയിൽ നിന്നും മോഡേൺ മെഡിസിൻ, അതായത് നമ്മൾ ഗാസ്ട്രോഎൻട്രോളജി പറയുമ്പോൾ മെഡിക്കൽ കോളേജിലെ ഗാസ്ട്രോഎൻട്രോളജി പറയുമ്പോൾ മോഡേൺ മെഡിസിനാണ്. എൻ്റെ അച്ഛൻ്റെ അതുപോലുള്ള സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യ മെഡിസിനാണ്. അപ്പോൾ പാരമ്പര്യ മെഡിസിനും അലോപ്പതി, അതായത് ട്രഡീഷണൽ മെഡിസിനും അലോപ്പതിയും തമ്മിൽ എങ്ങനെ ലിങ്ക് ചെയ്യാം. അപ്പോൾ അത് നേരത്തെ നമ്മൾ ഇത് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്യുന്ന രീതിക്ക് അതിന് എന്താ പറഞ്ഞാൽ അതിനൊരു നമ്മൾ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു അസുഖത്തിന് ഏത് ടൈപ്പ് ഓഫ് അസുഖത്തിനാണ് ഇത് കൊടുക്കുന്നത്, ഈ മരുന്ന് കൊടുക്കുമ്പോൾ ഏതൊക്കെ സംഭവങ്ങളാണ്, അതായത് എന്തൊക്കെ ആഹാരങ്ങളാണ് കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പറയാം, ഇപ്പോൾ ഒരു വൈദ്യരുടെ പോകുമ്പോൾ പറയും ഇന്ന ആഹാരം കഴിക്കാൻ പാടില്ല,
ഇന്ന മരുന്ന് കഴിക്കുമ്പോൾ ഇന്ന ആഹാരം കഴിക്കാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അല്ല അലോപ്പതിയിൽ കഴിക്കുന്ന പോലെ ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ആഹാരവും കഴിക്കാം, അതിലെന്തെങ്കിലും ഇതുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് അലോപ്പതിക്കും ആയുർവേദത്തിനും എങ്ങനെ ലിങ്ക് ചെയ്യാം, ആ ലിങ്ക് എങ്ങനെ ഉപയോഗിച്ച് അലോപ്പതി എന്നുള്ള അലോപ്പതി ഏറ്റവും മോഡേൺ മെഡിസിനകത്തുള്ള ടൂൾ ഉപയോഗിച്ച് എങ്ങനെ ആയുർവേദം വഴി അതിനെ റിക്കവർ ചെയ്യാം എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ആ ബേസിൽ ഞാൻ പറയുവാണെങ്കിൽ അതായത് 99% ഞാൻ അതിനകത്ത് സക്സസ്ഫുള്ളായി എന്ന് തന്നെയാണ് പറയാം. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അലോപ്പതി ടൂൾ ഉപയോഗിച്ച് ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു മനുഷ്യൻ്റെ ലിവറിനകത്ത് അല്ലെങ്കിൽ ഒരു രോഗി വരികയാണ്, കരൾ സംബന്ധമായിട്ടുള്ളൊരു രോഗി വരികയാണ്. ആ രോഗി വരുമ്പോൾ ആ രോഗിയുടെ എന്താ പറയുന്ന കരളിനകത്ത് എത്രത്തോളം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് അഫക്റ്റ് ചെയ്തേക്കുന്നത്, കരളിൽ ഇപ്പം അതിൻ്റെ കോസേറ്റീവ് ഏജൻറ്റ് ഏതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ മദ്യപാനം ഒരു കോസേറ്റീവ് ഏജൻറ്റാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മദ്യപാനികളും ലിവർ സിറോസിസോ അല്ലെങ്കിൽ ലിവറിൽ കാര്യമായിട്ട് അല്ലെങ്കിൽ സിവിയർ ലിവർ ക്രോണിക് ലിവർ ഡിസീസോ അല്ലാന്നുണ്ടെങ്കിൽ ക്രോണിക് പാൻകൈമൽ ഡിസീസോ അങ്ങനെ വരണം എന്നൊന്നുമില്ല, അതൊരു കാരണമാണ്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്ന് പറയുന്ന വളരെ സിവിയറായിട്ടുള്ള വൈറസസുകൾ ഉണ്ടാക്കുന്ന അസുഖമാകാം. അതും അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡ്രഗ്സ് അല്ലെങ്കിൽ ഈവൻ മെഡിസിൻസ് അൺപ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഒരു ഡോക്ടർ എഴുതിയേക്കുന്ന മരുന്ന് നമ്മൾ വീണ്ടും അതേ ചുറ്റുപയോഗിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് നമ്മളുടേതായ രീതിയിൽ അതായത് സാധാരണ അഡ്വൈസ് ഇല്ലാതെ ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് ഇല്ലാതെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ. അപ്പോൾ അതിൽ നിന്നുമൊക്കെ ലിവർ ഡിസീസ് വരുമോ അല്ലെങ്കിൽ അങ്ങനെ ഇതിൽ ലിവർ ഡിസീസ് വരുമോ, ഇനി ആ ഡിസീസ് തന്നെ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്ത് നോർമലായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചാണ് ശരിക്കും ഈ ട്രഡീഷൻ അവിടെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അതുപോലെ മോഡേൺ മെഡിസിൻ്റെ ഇതെങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ടൂൾസ് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിവറിനകത്തൊരു ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഒന്നുകിൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ ഫൈബ്രോ സ്കാൻ ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക പറഞ്ഞാൽ ഇനി ഈവൻ MRI അതുപോലുള്ള ഇഷ്ടംപോലെ സ്കാൻസും ഉണ്ട്. പിന്നെ നമ്മളെന്ത് ചെയ്യുക പറഞ്ഞാൽ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ബ്ലഡിനകത്ത് ഉള്ള ലിവർ ഫങ്ഷൻ ടെസ്റ്റിനും ലിവർ ഡിസീസിനും എന്തെങ്കിലും ബന്ധമുണ്ട്. ഇപ്പോൾ നോർമലി പറഞ്ഞാൽ ഇപ്പോൾ ഒരു മഞ്ഞപ്പിത്തം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് പറഞ്ഞാൽ ഇഷ്ടംപോലെ രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ അതിനകത്ത് ശരിക്കും സ്പെഷ്യലൈസ്ഡ്, എൻ്റെ ഫാദറിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി, സി അതുപോലുള്ള അസുഖമാണ്. ആ അസുഖത്തിന് അച്ഛൻ ഒരു പരിധിവരെ പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് സക്സസ്ഫുള്ളായിട്ട് തന്നെ പോയേക്കുന്നുള്ളതാണ്. ഇപ്പോൾ അച്ഛനൊരു 100 പേഷ്യൻ്റ് അതിനകത്ത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 70 to 80% പേഷ്യൻസ് എന്താ പറയുക പറഞ്ഞാൽ നെഗറ്റീവ് എന്നുള്ള റിസൾട്ടിലൂടെ തന്നെയാണ്. അത് ഒന്നല്ല, അതായത് പറഞ്ഞാൽ HBS സർഫസ് ആൻറ്റിജൻ മാത്രമല്ല, EAG ആണെങ്കിലും അതായത് എൻവലപ്പ് ആൻറ്റിജൻ ആണെങ്കിലും സർഫസ് ആൻറ്റിജൻ ആണെങ്കിലും അതുപോലെ തന്നെ കോർ ആൻറ്റിജൻ ആണെങ്കിലും എല്ലാം നെഗറ്റീവ് എന്നുള്ള റിപ്പോർട്ടിൽ ഒരു 70ഓളം ഇപ്പോൾ 100 പേര് നമ്മൾ ചികിത്സിക്കുകയെന്ന് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആവറേജ് ഒരു പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ പെർസെൻറ്റേജ് വെച്ചാണ് പറയുന്നത്. സാധാരണ നമ്മൾ മെഡിക്കൽ ഇതിൽ പറഞ്ഞാൽ പ്രോബബിലിറ്റി, അതായത് 5% പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഭയങ്കര എഫക്റ്റീവ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതേ രീതിയിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇതിലൊരു 70% നെഗറ്റീവായിട്ട് പോകുന്നതാണ്. അതിലിപ്പോൾ ശരിക്കും 30% അത് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ഈവൻ കാരിയർ സ്റ്റേറ്റിലുള്ളതാണ്. മറ്റേ ഡിസീസ്ഡ്, അതായത് ഞാൻ ആ സമയത്ത് തന്നെ വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ള പറഞ്ഞാൽ 2 ടൈപ്പിലെ, അതായത് പേഷ്യൻ്റ് നമ്മൾ വരുമ്പോൾ അതിനെ ക്ലിയറായിട്ട് ക്ലിനിക്കലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ സർഫസ് ആൻറ്റിജൻ അതുപോലെ തന്നെ കോർ ആൻറ്റിജൻ എൻവലപ്പ് ആൻറ്റിജൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്നൊരു സംഭവം എന്താ പറഞ്ഞാൽ ഇപ്പം ഡിസീസ്ഡ് ഉണ്ടെങ്കിൽ ഇപ്പം മഞ്ഞപ്പിത്തം അതുപോലെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വളരെ ഫാസ്റ്റായിട്ട് റിക്കവറി വളരെ ഫാസ്റ്റായിരിക്കും. അതുപോലെ തന്നെ അവർ തിരിച്ച് നോർമലായിട്ട് വരുന്നത് വളരെ ഫാസ്റ്റായിരിക്കും. അതേസമയം അവർ എന്താ പറയുക പറഞ്ഞാൽ കാരിയറാണ്, അസുഖമൊന്നുമില്ല, അതായത് പ്രത്യേകിച്ച് നമ്മൾ പുറമേ അസുഖമൊന്നുമില്ല, ബട്ട് അവരെന്താ പറയുക പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ പറയുന്നില്ലേ HBS AG പോസിറ്റീവ്, അങ്ങനെയുള്ള ഇതിൽ പറഞ്ഞാൽ അവർ ഇതായിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെയുള്ള ഒരു അതും വരലല്ല എന്നാണ്, എന്നാലും ഞാൻ പറയാം മറ്റേ 70% ആണെങ്കിൽ ഒരു 30% അങ്ങനെ വരാറുണ്ട്. അതിലാണ് എൻ്റെ അച്ഛൻ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. അതിൽ ഏതിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് പറഞ്ഞാൽ ഈ മഞ്ഞപ്പിത്തത്തിനുള്ള ഇതിൽ നിന്നാണ്. ഞാൻ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് അമരാലയ, വൈ ദിസ് അമരാലയ, ഈ അമരാലയ എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ കാര്യവട്ടം ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താ പറയുക ഉള്ള ലിറ്ററേച്ചർ സെർച്ചിൽ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താ പറഞ്ഞാൽ, ഞാൻ ആ ലിറ്ററേച്ചറിൽ കൂടെ കടന്നു പോകുമ്പോൾ
അതിനകത്ത് തോന്നിയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വായിച്ചൊരു സ്ട്രൈക്കിംഗ് സെൻറ്റൻസ് ഇതാണ്: വൺസ് ഇറ്റ് അറ്റൈൻസ് ദ കണ്ടീഷൻ ഓഫ് സിറോസിസ് ഇറ്റ് നെവർ റിട്ടേൺസ് ടു നോർമൽ. അതായത് ഒരു പ്രാവശ്യം ലിവർ സിറോസിസ് എന്ന സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറഞ്ഞാൽ നോർമൽ എന്നുള്ള കണ്ടീഷനിൽ വരത്തില്ല. അതാണ് എന്നെ അതിനകത്ത് ഈ റിസർച്ച് ടോപ്പിക്കിലോട്ട് നയിക്കാനുള്ള റീസൺ. എൻ്റെ പേര് രാജലക്ഷ്മി എന്നാണ്. ഞാൻ ശുശ്രൂഷ ഫാർമയുടെ പ്രൊപ്പറേറ്ററാണ്. സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാൻ. എന്നാലും എനിക്ക് കുറച്ച് വായനാശീലവും പിന്നെ സയൻസിൽ കുറച്ച് താല്പര്യവും. എൻ്റെ മോള് ബയോകെമിസ്ട്രിയിൽ പഠിച്ച് PhD എടുത്ത ഒരു കുട്ടിയാണ്. അങ്ങനെ എനിക്ക് സയൻസിനോടും മരുന്നുകളോടും ഒക്കെ പറയാൻ നല്ല താല്പര്യം, അതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ മോളുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിച്ചിരിക്കുന്നത് ഡോക്ടർ ശക്തിബാബുവിനെയാണ്. ഡോക്ടർ ശക്തിബാബു MSc സുവോളജി എടുത്ത് PhD ബയോകെമിസ്ട്രിയിൽ PhD എടുത്തതാണ്. പുള്ളിക്ക് ചെറുപ്പം തൊട്ടേ ഈ ലിവർ സിറോസിനെ പറ്റി, അതായത് അവരുടെ പാരമ്പര്യമായിട്ട് അവർക്ക് ഇതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അവർ ഒരുപാട് ചികിത്സ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ശക്തിബാബുവിൻ്റെ അച്ഛൻ ഒരു ഹൈസ്കൂൾ മാഷായിരുന്നെങ്കിലും സിദ്ധവൈദ്യത്തിൽ ഡിഗ്രി എടുത്താണ്. അദ്ദേഹവും ഇതിന് ചികിത്സിക്കുമായിരുന്നു. അങ്ങനെ കണ്ടു വളർന്നും പാരമ്പര്യം എല്ലാം കൊണ്ട് ശക്തിബാബുവിന് ഇതൊരു പാഷൻ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കും മനസ്സിലായി. ഞങ്ങളും എപ്പോഴും പറയും. പക്ഷേ ആദ്യമൊക്കെ ഞങ്ങൾ വഴക്ക് പറയുമായിരുന്നു. പക്ഷേ ഇത് കേട്ട് വന്നപ്പോൾ നല്ല ഇൻട്രസ്റ്റ് തോന്നി. ഒരുപാട് പൈസയൊക്കെ ചിലവുള്ളതല്ലേ, അതുകൊണ്ട്. പക്ഷേ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഈ മരുന്നിൻ്റെ റിസൾട്ട് നന്നാക്കി കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഒരുപാട് രാപകലില്ലാതെ കഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തു. തനിക്ക് പാരമ്പര്യമായി ലഭിച്ച ഈ സിദ്ധി വേദനയിൽപ്പെട്ട് ഉഴലുന്നവർക്ക് ആശ്വാസത്തിന്റെ ചെറുകണികയെങ്കിലും നൽകുവാൻ കഴിഞ്ഞല്ലോ എന്ന ചാരിതാർത്ഥ്യത്തിലാണ് അമരാലയുടെ എല്ലാമായ ശക്തിബാബു. സാർ, എൻ്റെ പേര് ചന്ദ്രൻ. കുറേ കൊല്ലമായിട്ട് രത്നാഥ് തമ്പി സാർ അവരെ ഇവിടെ മഞ്ഞനാവിന് മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നു. ഇവിടെ ഒരു 10-50 വണ്ടിയെങ്കിലും ഇവിടെ കേബിൾ നിൽക്കും. കൂടുതലായിട്ട് തന്നെ ആളുകൾ മരുന്ന് വാങ്ങിക്കാൻ വരണതും പോണതും എൻ്റെ ഇടയിൽ തന്നെ വന്ന് വിചാരിക്കണത് സാർ എങ്ങനെയാണെന്ന് ചൊല്ലി. നാപ്പം പറയും, വന്ന് വാങ്ങിച്ചവരും നല്ലൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു 10-50 ആളെങ്കിലും എനിക്ക് നല്ല കുറവുണ്ട് എന്ന് ചൊല്ലിയിട്ടുണ്ട്. ലിവർ സിറോസിസ് എന്ന് പറയുന്ന അസുഖം അത് ഒരു മാരകമായിട്ടുള്ള അസുഖമാണോ, അല്ല ഈ അസുഖത്തിന് നമ്മൾ മരുന്ന് എത്ര കാലം കഴിക്കേണ്ടി വരും, അമരാലയ അതിന് എത്രത്തോളം സഹായിക്കും, അല്ലെങ്കിൽ അമരാലയ കഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് പൂർവ്വസ്ഥിതിയിൽ എത്താൻ പറ്റുമോ, അതായത് പഴയതുപോലെ നോർമൽ കണ്ടീഷനിൽ എത്താൻ പറ്റുമോ? ഇത് സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സിനകത്ത് ഉണ്ടാകുന്നൊരു സംഭവമാണ്, ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതേ ചോദ്യം തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ ഗവേഷണ വിദ്യാർത്ഥിയായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് തോന്നി. അപ്പോൾ അതിൽ ഇത് എത്രത്തോളം ബാക്കിലോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഇതിലാണ് ഞാൻ എൻ്റെ ഗവേഷണം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്തേക്കുന്ന, അതായത് ഇതിനകത്ത് ഈ അമരാലയ എന്ന് പറയുന്ന പ്രോഡക്റ്റായിട്ട് അത് പുറത്ത് വരുമ്പോൾ അതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുന്നത് പറഞ്ഞാൽ സസ്യങ്ങളുടെ, അതായത് ഒരു 22 കൂട്ടം മരുന്നിൻ്റെ ഒരു ഇറ്റ്സ് എ കമ്പൈൻഡ് ഡ്രഗാണ്, കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു കൂട്ടാണ്. ആ കൂട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലഡിനകത്ത് നമ്മളുടെ ഇലക്ട്രോലൈറ്റിൻ്റെ സന്തുലിത അവസ്ഥ എല്ലാം നമ്മളുടെ ഒരു മനുഷ്യൻ തുള്ളിച്ചാടി നടക്കണമെങ്കിൽ വേണ്ടത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം, പൊട്ടാസ്യം ഇതിൻ്റെ സന്തുലിതാവസ്ഥയാണ്. നമുക്കറിയാം, അതായത് ചെറിയ തന്നെ സയൻസ് ക്ലാസ്സുകളിൽ പഠിച്ചേക്കുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം, പൊട്ടാസ്യമാണ് ശരിക്കും പറഞ്ഞാൽ നെർവ് ഇമ്പൾസ് പാസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഒരു ഘടകം. അതിന് വേറെ ഹാർമോൺസൊക്കെ വരുന്നുണ്ട്, അതല്ല. അതിൽ നിന്നും നമ്മൾ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം, പൊട്ടാസ്യം എന്ന് പറയുന്ന ബ്ലഡ് ഇലക്ട്രോലൈറ്റിൻ്റെ സന്തുലിതാവസ്ഥയാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒരു സിറോട്ടിക് പേഷ്യൻ്റ് നമ്മൾ ഗ്രേഡ് ചെയ്യുക. അതായത് ഗ്രേഡ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ അവസ്ഥ, ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ 1 തൊട്ട്, ഇപ്പോൾ ഒരു സ്കൂൾ കുട്ടി പോവുകയാണെങ്കിൽ 100 മാർക്ക് എന്ന് പറയുന്നത് 100 മാക്സിമമാണ്. ഏറ്റവും താഴത്തെ മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 0. അപ്പം 0 to 100 എന്നുള്ള ഒരു ഗ്രേഡാണ്. സോ അതുപോലെ ഗ്രേഡ് ചെയ്യുന്ന ഈ അസുഖത്തെ ഗ്രേഡ് ചെയ്യുന്ന നമ്മൾ ഏതൊക്കെ രീതിയിലാണ് പറഞ്ഞാൽ, ഒന്ന് പറഞ്ഞാൽ അക്യൂട്ട്, ക്രോണിക്. അക്യൂട്ട് എന്ന് പറയുന്നത് വളരെ സ്പീഡായിട്ട് ഡെവലപ്പ് ചെയ്ത് വളരെ സ്പീഡായിട്ട് തന്നെ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു അസുഖമാണ് അക്യൂട്ട് എന്ന് പറയുന്നത്. അതേസമയം ക്രോണിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും സമയമെടുത്ത് ഒരുപാട് കാലമെടുത്ത് അതിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് ഏതാ പറഞ്ഞാൽ ഈ ക്രോണിക് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മരുന്ന് കൊണ്ട് ട്രീറ്റ് ചെയ്ത് ക്രമേണ ബാക്കിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന അതിനെയാണ് നമ്മൾ എന്താ പറഞ്ഞാൽ അക്യൂട്ട്, ക്രോണിക് എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സിറോസിസ് എന്ന് പറയുന്ന ആ സംഭവത്തിലെടുക്കുകയാണെങ്കിൽ
ആ സിറോസിസ് തന്നെ ഒന്ന് കോമ്പൻസേറ്റഡ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ ഇലക്ട്രോലൈറ്റ്സിലൊന്നും വലിയ വ്യത്യാസമൊന്നും വരത്തില്ല, ഏകദേശം ഒരു ഇതിൽ നിൽക്കും. നമുക്കത് വളരെ മാനേജബിളാണ്. ആ അസുഖം പറഞ്ഞു കഴിഞ്ഞാൽ മാനേജബിളാണ്. അതിൽ കുറച്ചുകൂടെ സിവിയറായിട്ടുള്ള, കുറച്ചുകൂടെ സ്റ്റേജ് ഇച്ചിരി കൂടെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഡീകോമ്പൻസേറ്റഡ് ലിവർ സിറോസിസ് എന്ന് പറയുന്ന സംഭവം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾക്ക് വയറിനകത്ത് ഫ്ലൂയിഡ് കെട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അസൈറ്റീസ് ഉണ്ട്. ഇംഗ്ലീഷിൽ അലോപ്പതിയിൽ തന്നെ പറയുകയാണെങ്കിൽ അസൈറ്റീസ് ഉണ്ട്. അപ്പോൾ ആ അസൈറ്റീസ് ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഷ്യൻറ്റിൽ അസൈറ്റീസിൽ നിന്ന് നമ്മൾ പുറകിലോട്ട് കൊണ്ടുവരാൻ അലോപ്പതിയിൽ തന്നെ ഒത്തിരി അതായത് ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്താ പറഞ്ഞാൽ ഡയൂറിറ്റിക്സ് ഉണ്ട്, ലാസിക്സ്, ലാസിലാക്ടോൺ, അൽഡാക്ടോൺ, പിന്നെ പറഞ്ഞാൽ ഡയറ്റോർ, ടൈഡ്, ഇങ്ങനെ കുറേ ഒരു വൈഡ് അറേ ഓഫ് ടാബ്സ് ഉണ്ട്. അപ്പോൾ ആ ടാബ് എല്ലാം കൊടുത്തിട്ട് ആ ടാബ് കൊടുത്തു കഴിഞ്ഞാലും കൺട്രോളിൽ കിട്ടാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സംഭവത്തിനാണ് നമ്മൾ പറഞ്ഞാൽ ഡീകോമ്പൻസേറ്റഡ് സിറോസിസ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം? അതിൽ നിന്നും അമരാലയ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഈ വക രോഗികളിൽ ഒന്ന് പറഞ്ഞാൽ അവർക്ക് അനുഭവപ്പെടുന്ന വേറൊരു ട്രീറ്റ് ചെയ്തതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ കുറേ മരുന്നിൻ്റെ പശ്ചാത്തലം കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഹൈപ്പോനാട്രീമിയ എന്ന് പറഞ്ഞ സാധനം. ഹൈപ്പോനാട്രീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിൽ സോഡിയത്തിൻ്റെ ലെവൽ വളരെ കുറഞ്ഞു പോവുക. സാധാരണ രീതിയിൽ ഒരു മനുഷ്യന് വേണ്ടത് 135 തൊട്ട് 141 വരെയൊക്കെ പറഞ്ഞാൽ സോഡിയം എന്ന് പറയുന്ന സംഭവം, സോഡിയം എന്ന് പറയുന്ന ബ്ലഡ് ഇലക്ട്രോലൈറ്റ് ആവശ്യമാണ്. അതേസമയം പൊട്ടാസ്യം പറഞ്ഞാൽ 3.5 to 4.55 വരെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതിൽ ഈ സോഡിയം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ സാധാരണ കഴിക്കുന്ന സോഡിയം ക്ലോറൈഡ്, അതായത് സാധാരണ നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പിനെയാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. സോ ആ സോഡിയം നമ്മൾ ആഹാരത്തിൽ കൂടെ തന്നെ, അതായത് ഓറലി മീൻസ് ആഹാരത്തിൽ കൂടെ തന്നെ നമ്മൾ കഴിച്ച് നമ്മളുടെ ഒരു ഇതിൽ കൊണ്ടുവരേണ്ട ഒരു ഇതുണ്ട്. അമരാലയ എന്ന നാമം ഇന്ന് ഉദരരോഗികൾക്ക് ശാശ്വതമായി ആശ്വാസം നൽകുന്ന ഒരു മരുന്ന് മാത്രമല്ല, മറിച്ച് ആയിരങ്ങൾക്ക് ആശ്വാസമേകുന്ന അമൃതായി മാറിയിരിക്കുന്നു. അമരാലയയ്ക്ക് ഇത്തരത്തിൽ ഒരു കീർത്തി നേടിയെടുക്കുന്നതിൽ ഡോക്ടർ RL ശക്തിബാബുവിന് പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നതിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല. ലിവർ സിറോസിസ് അതുകൊണ്ടുണ്ടാവുന്ന മാനിഫെസ്റ്റേഷൻ, ആ അസുഖത്തിന് അമരാലയ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നു എന്നുള്ള സംഭവങ്ങളെക്കുറിച്ചാണ് അടുത്ത ഇതിൽ നമ്മൾ വിവാദിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ലിവർ സിറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിവർ സിറോസിസിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. ഒന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ അതായത് ഒന്ന് മദ്യപാനമായിരിക്കാം, 2 പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് വൈറസസുകളായിരിക്കാം, 3 പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളല്ലാതെ ഓർഡിനറി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ്, ജങ്ക് ഫുഡ്, അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. ഓക്കെ, അത് 1. 2 പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് വരുന്ന മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഒരു പേഷ്യൻറ്റിൽ സിറോസിസ് എന്ന് പറഞ്ഞ അസുഖം വരുന്ന സമയത്ത് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന സംഭവമാണ്. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ അസൈറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ വയറിനകത്ത് വെള്ളം കെട്ടുക, അതായത് നമ്മൾ മലയാളം സാധാരണ രീതിയിൽ അല്ലെങ്കിൽ കൊളോക്കിയലി സംസാരിക്കുകയാണെങ്കിൽ മഹോദരം എന്ന് പറയുന്ന അസുഖമാണ്, വയറിനകത്ത് വെള്ളം കെട്ടുക. അതുപോലെ തന്നെ അതിന് ആനുപാതികമായിട്ട് കൈ, കാല്, അങ്ങനെയുള്ള അവയവങ്ങളിൽ നീര് വരിക. 3-മതായിട്ട് പറയുമ്പോൾ ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി, അതായത് വയറിലെ വെള്ളക്കെട്ട് മൂലം അല്ലെങ്കിൽ അസൈറ്റീസ് ഉണ്ടാവുന്നത് കൊണ്ട് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്ന് പറയുന്ന അസുഖമാണ്. നമ്മൾ ചില രോഗികളിൽ നമുക്ക് കാണാൻ പറ്റും, പിച്ചും പേയും പറയുക, പരിസരം മറന്നു പോവുക, അങ്ങനെ ആ രീതിയിൽ സംസാരിക്കുന്ന, സ്വന്തം ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ വേറെ ആൾക്കാരായിട്ട് വിചാരിക്കുക, അവർ തന്നെ വിചാരിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു അസുഖത്തിൻ്റെ ഇതായിട്ട് വരുന്ന സംഭവങ്ങളാണ് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്ന് പറയുന്ന സംഭവം. ഇപ്പം ഇത്രയും അസൈറ്റീസ് എന്ന് പറയുന്ന സംഭവം, അതുപോലെ തന്നെ ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി, ഹെപ്പറ്റോ റീനൽ സിൻഡ്രോം, അതുപോലെ തന്നെ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, പിന്നെ പറഞ്ഞാൽ അസൈറ്റീസ്, അതുപോലെ തന്നെ പറഞ്ഞാൽ പീഡൽ ഇഡീമ, അതായത് അല്ലെങ്കിൽ ബോഡി ഇഡീമ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ അമരാലയ അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും, ആദ്യം നമ്മൾ അലോപ്പതിയിൽ എന്തെങ്കിലും ഡ്രഗ് ഉണ്ടോ, ആ രീതിയിൽ പോകുന്നതിനേക്കാളും നല്ലത് അമരാലയ എന്ത് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു രോഗി കരൾ സംബന്ധമായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖമുണ്ട്. അപ്പോൾ ആ അസുഖം കാരണം അയാൾക്ക് എന്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വയറിനകത്ത് വെള്ളക്കെട്ടുണ്ട്. ആ വെള്ളക്കെട്ട് മാത്രമല്ല,
വെള്ളക്കെട്ടിൻ്റെ കൂടെ എന്ത് സംഭവിക്കുക പറഞ്ഞാൽ കയ്യിലും കാലിലും നീര് ഉണ്ട്. പിന്നെ അങ്ങനെ ഒരു രോഗിയെ വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഈ അമരാലയ കഴിക്കുമ്പോൾ അതിൽ നിന്നും അവർക്ക് വെള്ളക്കെട്ടിൽ നിന്നും മോചനം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള സംഭവമാണ്. അപ്പോൾ ശരിക്കും നമ്മൾ സ്റ്റഡി ചെയ്തേക്കുന്ന ഇതിൽ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും രോഗികൾ കൂടെ കടന്നു പോയതിൻ്റെ ഒരു റിസൾട്ടായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വെള്ളക്കെട്ടുള്ള, ഇപ്പോൾ ഈ അസൈറ്റിസിൻ്റെ ഗ്രേഡേഷൻ തന്നെ നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിൽ തന്നെ പറയുന്നുണ്ട്. അതിൽ തന്നെ എന്താ പറഞ്ഞാൽ മിനിമൽ അസൈറ്റിസ് എന്ന് പറയുന്നത് ഒരു രോഗിയിൽ ഏതാണ്ട് 0 to 500 ml വെള്ളക്കെട്ടുണ്ടെങ്കിൽ അത്രയും 500 മില്ലി വരയ്ക്കും വയറിനകത്ത്, അതായത് പെരിട്ടോണിയൽ കാവിറ്റിക്കകത്ത് വെള്ളമുണ്ടെങ്കിൽ അതിനെന്താ പറഞ്ഞാൽ മിനിമൽ അസൈറ്റീസ് എന്ന് പറയുന്നു. ഇനി 500 മുകളിൽ 5 ലിറ്റർ വരയ്ക്കും ഉള്ളത് പറഞ്ഞാൽ മോഡറേറ്റ് അസൈറ്റീസ്, 15 ലിറ്ററോളം അതിനെന്താ പറഞ്ഞാൽ ഗ്രോസ് അസൈറ്റീസ് അല്ലെങ്കിൽ മാസീവ് അസൈറ്റീസ് എന്ന് പറയുന്ന ഒരു രീതിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ നമ്മളുടെ ഈ അമരാലയ എന്ന് പറയുന്ന മെഡിസിൻ എന്ത് രീതിയിലാണ് അവർക്ക് അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവരെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ അസുഖത്തിൽ നിന്നും അവരെ ബാക്കിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് നോക്കാൻ പോകുന്നത്. അല്ല, ഒന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ മാസീവ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു 5 ലിറ്ററോളം അല്ലെങ്കിൽ 5 ലിറ്ററിന് എബവ് നിൽക്കുന്ന ഒരു രോഗിയിൽ നമ്മൾ അമരാലയ കഴിക്കാമെന്ന് വിചാരിക്കുക. അമരാലയ കഴിക്കുമ്പോൾ അമരാലയ മെഡിസിൻ നമ്മൾ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് അവരെ എന്ത് ചെയ്യുക പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് വഴി നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ നമ്മൾ അബ്സർവ് ചെയ്തേക്കുന്ന ഒരു സംഭവം എന്താ പറഞ്ഞാൽ, ആദ്യത്തെ ഒരു 7 ദിവസം തൊട്ട് 15 ദിവസം, അതായത് ഫസ്റ്റ് നമ്മൾ മരുന്ന് കഴിച്ച് തുടങ്ങി ഒരു 1, 2, 3 ദിവസങ്ങളാകുമ്പോൾ അവർക്കൊരു ചെറിയ വ്യത്യാസം അവർക്ക് തോന്നും. വയറിനകത്ത് ഉള്ള വയറിൻ്റെ ടൈറ്റ്നസ്, അതായത് അസൈറ്റിസ് എല്ലാം കൂടെ വന്ന് മൂടി, അല്ലെങ്കിൽ എല്ലാം കൂടെ വീർത്ത് നിൽക്കുന്ന, വളരെ ടൈറ്റായിട്ട് ടെമ്പറായിട്ട് നിൽക്കുന്ന വയറ് ഗ്രാജുവലി എന്ത് ചെയ്യുക പറഞ്ഞാൽ ബാക്കിലോട്ട് റിവേഴ്സ് ചെയ്ത് വരിക. 1. 2, അത് തന്നെ ഒരു 10-15 ദിവസം ആവുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ആൾക്ക് നമ്മളുടെ അസൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ 100% ആണെങ്കിൽ അതിലൊരു 25 തൊട്ട് 30% എന്താ പറഞ്ഞാൽ റിഡക്ഷൻ അതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞാൽ, നമ്മുടെ അതുപോലെ തന്നെ അസൈറ്റിസ് എന്ന് പറയുന്ന അതിന് അനുപാതികമായിട്ട് വരുന്നൊരു സംഭവമാണ് ഏതാ പറഞ്ഞാൽ ഹെപ്പറ്റോറീനൽ സിൻഡ്രോം എന്ന് പറഞ്ഞ സാധനം. ഹെപ്പറ്റോറീനൽ സിൻഡ്രോം എന്ന് പറയുന്ന സംഭവം പറഞ്ഞാൽ നമ്മൾ കരൾ സംബന്ധപ്പെട്ട വൃക്ക സംബന്ധമായ തകരാറാണ്. അപ്പം അത് ഏത് രീതിയിലാണ് വരുന്നത് പറഞ്ഞാൽ നമ്മളുടെ ബ്ലഡ്, അതായത് ഏതാണ് രോഗി പറഞ്ഞാൽ ആ രോഗിയുടെ ശരീരത്തിനകത്ത് ഉള്ള ബ്ലഡിലെ ഇലക്ട്രോലൈറ്റ്, അതായത് സോഡിയം, പൊട്ടാസ്യം, അതുപോലെ തന്നെ കാൽഷ്യം, ഇങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റ്സിൽ വരുന്ന അതിൻ്റെ സാധാരണ രീതിയിലൊരു സന്തുലിതാവസ്ഥ ഉണ്ടാവും. ആ അവസ്ഥ പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള, അതായത് നോർമൽ എന്ന് പറയുന്ന ആൾക്കാർക്ക് സന്തുലിതാവസ്ഥയിലുണ്ടാവും. അതേസമയം നമ്മളെന്ത് ചെയ്യുക പറഞ്ഞാൽ ഈ അസുഖമുള്ള ഒരാൾക്ക് പറഞ്ഞാൽ ആ സന്തുലിത അവസ്ഥയിൽ എന്ത് ചെയ്യുക പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവുന്നതാണ് അതിന് കാരണമാകും. സോ അങ്ങനെ വ്യത്യാസം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക പറഞ്ഞാൽ അവരുടെ ഈ പ്രത്യേകിച്ച് ഇത്തരം രോഗികളിൽ അവർക്ക് ഉള്ള യൂറിൻ പാസ് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ യൂറിൻ്റെ ഫോർമേഷനിൽ ആദ്യമായിട്ട് വ്യത്യാസം വരും. ആ വ്യത്യാസം വരുന്നത് കാരണം അവർക്ക് എന്ത് ചെയ്യുക പറഞ്ഞാൽ അവരുടെ കൃത്യമായിട്ട് യൂറിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവത്തില്ല. യൂറിൻ്റെ ഔട്ട്പുട്ടിലെ വ്യത്യാസം വരാത്തത് കാരണം അവർക്ക് എന്ത് ചെയ്യുക പറഞ്ഞാൽ വയറിനകത്ത് വെള്ളം കെട്ടി നിൽക്കുക, അല്ലെങ്കിൽ വെള്ളം കെട്ടാനുള്ള സാഹചര്യം കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ടാണ്. സോ ആ രീതിയിൽ ഈ അമരാലയ എന്ന് പറയുന്ന നമ്മുടെ മെഡിസിൻ എന്ത് ചെയ്യുക പറഞ്ഞാൽ ബ്ലഡ് ഇലക്ട്രോലൈറ്റിൽ സന്തുലിത അവസ്ഥയെ നിലനിർത്തുന്നു. അതാണ് അതിനകത്ത് മെയിനായിട്ടുള്ള സാധനം. അത് നിലനിർത്താൻ ഒരു കാരണം എന്താ പറഞ്ഞാൽ ലിവറിനകത്തോട്ട് കയറിപ്പോകുന്ന അല്ലെങ്കിൽ രക്തം കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽസ്. ആ ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് ഏതാ പറഞ്ഞാൽ നമ്മുടെ പോർട്ടൽ വെയിൻ എന്ന് പറഞ്ഞ സാധനം. സോ പോർട്ടൽ വെയിൻ വഴി ലിവറിനകത്തോട്ട് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽസിലെ തടസ്സം മാറ്റുകയും അതിന് എന്ത് ചെയ്യുക പറഞ്ഞാൽ ഈ ബ്ലഡ് ഇലക്ട്രോലൈറ്റ്സിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്. ആ രീതിയിൽ അവരുടെ എന്ത് ചെയ്യുക പറഞ്ഞാൽ ലിവർ, അതായത് ഹെപ്പറ്റോറീനൽ സിൻഡ്രോമിൽ നിന്ന് അവർ ഗ്രാജുവലി തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വരുന്നത് കാരണം അവരുടെ അസൈറ്റിസ് റിഡ്യൂസ് ആവുന്നു. അസൈറ്റിസ് റിഡ്യൂസ് ആവുന്നത് കാരണം അവർക്ക് ബ്രീത്തിങ്, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സംഭവങ്ങളും ബാക്കിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നു. സിദ്ധവൈദ്യശാസ്ത്രത്തിൽ അതിനെ പഥ്യമെന്നും അപഥ്യമെന്നും പറയുന്നു. നമ്മൾ കഴിക്കുന്നതും ജീവിക്കുന്നതുമായ രീതികൾ ആരോഗ്യത്തിലും രോഗമുക്തിയിലും എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്ന തത്വമാണ് അമരാലയയിലൂടെ ഡോക്ടർ ശക്തിബാബു കാട്ടിത്തരുന്നത്. അപ്പോൾ ആദ്യമായിട്ട്
ഈ അമരാലയ ആക്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളുടെ തന്നെ അല്ലെങ്കിൽ രോഗിയുടെ രക്തത്തിലെ ഇലക്ട്രോലൈറ്റ്സ്, അതായത് സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽഷ്യം, ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ബ്ലഡിനകത്ത് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. ആ ഇലക്ട്രോലൈറ്റ്സ് ശരിക്കും ഈ സിറോസിസ് രോഗികളിൽ അല്ലെങ്കിൽ കരൾ സംബന്ധമായിട്ടുള്ള അസുഖം വരുന്ന രോഗികളിൽ ആ ഇലക്ട്രോലൈറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ, അതായത് സന്തുലിത അവസ്ഥ, നമ്മുടെ ശരീരത്തിനകത്ത് നിൽക്കുന്ന സന്തുലിത അവസ്ഥയിൽ നിന്നും വ്യത്യാസം വരും. ആ വ്യത്യാസം വരുന്നത് എങ്ങോട്ടാണ് പറഞ്ഞാൽ, വ്യത്യാസം വരുമ്പോൾ ഒന്നുകിൽ സോഡിയം എന്ന് പറയുന്ന സംഭവം, അതായത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മളുടെ സാധാരണ ദിനചര്യകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ്, എന്താ പറഞ്ഞാൽ അത് എന്താ പറഞ്ഞാൽ തരി ഉപ്പാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ പരലുപ്പാണെങ്കിലും അങ്ങനെയുള്ള ഉപ്പിനെയാണ് എന്താ പറയുക പറഞ്ഞാൽ സോഡിയം എന്ന് പറയുന്നത്. സോ സോഡിയം. അതുപോലെ പൊട്ടാസ്യം പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിനകത്ത് കോശങ്ങൾക്കകത്ത് നിൽക്കുന്ന സാധനം. ഇത് രണ്ടിൻ്റെയും ലെവല് സന്തുലിത അവസ്ഥയിൽ നിന്നാൽ മാത്രമേ ഒരു മനുഷ്യൻ വളരെ പവർഫുള്ളായിട്ട് നിൽക്കാനും ഓടാനും നടക്കാനും ചാടാനും എല്ലാത്തിനും പറ്റുള്ളൂ. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നും ഈ കരൾ രോഗികളിൽ അവരുടെ ഈ സന്തുലിത അവസ്ഥ വ്യതിചലിച്ച് പോകുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുക പറഞ്ഞാൽ, സോഡിയം പൊട്ടാസ്യം എന്ന് പറയുന്ന കണ്ടൻറ്റ് രക്തക്കുഴലുകൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു പോർട്ടൽ ശിര എന്ന് പറയുന്ന സംഭവത്തിനകത്ത് നിൽക്കുന്ന ബ്ലഡ് ഇലക്ട്രോലൈറ്റ്, രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ രക്തത്തിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളായ സോഡിയം, പൊട്ടാസ്യം ഇതുപോലുള്ള ഈ ഇലക്ട്രോലൈറ്റ്സ് അവിടെ നിന്ന് എന്താ പറഞ്ഞാൽ, നമ്മൾ അറിയാമല്ലോ സയൻസിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഓസ്മോസിസ്, ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ പോർട്ടൽ വെയിനിൽ നിന്നും ജമ്പ് ചെയ്ത് പെരിട്ടോണിയൽ കാവിറ്റി, അതായത് നമ്മളുടെ ആമാശയം, അതുപോലെ തന്നെ വൻകുടൽ, ചെറുകുടൽ, പിന്നെ പറഞ്ഞ സ്പ്ലെയിന്, കിഡ്നി, ഇതെല്ലാം വച്ചേക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനെയാണ് എന്താ പറഞ്ഞാൽ പെരിട്ടോണിയം എന്ന് പറയുന്നത്. സോ ആ പെരിട്ടോണിയൽ അല്ലെങ്കിൽ വിസറൽ കാവിറ്റി എന്ന് പറയുന്നത്, ആ വിസറൽ കാവിറ്റിയുടെ ഇതിൻ്റെ ഈ അവയവങ്ങളുടെയും വിസറൽ കാവിറ്റിക്കും ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനെയാണ് എന്താ പറഞ്ഞാൽ പെരിട്ടോണിയൽ കാവിറ്റി എന്ന് പറയുന്നത്. സോ ആ പെരിട്ടോണിയൽ കാവിറ്റിക്കകത്ത് ഈ പോർട്ടൽ വെയിൽ നിന്നും വെള്ളം ഇറ്റ്, അതായത് ആദ്യം സോഡിയം, പൊട്ടാസ്യം എന്ന് പറയുന്ന ഘടകങ്ങൾ ആദ്യം അവിടുന്ന് ഡിഫ്യൂഷൻ വഴി പുറത്തോട്ട് വരും. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക പറഞ്ഞാൽ വെള്ളം, വാട്ടർ കണ്ടൻറ്റ്, അതായത് നമ്മളുടെ രക്തക്കുഴലിനകത്ത് നിൽക്കേണ്ട വാട്ടർ കണ്ടൻറ്റ് അതിൽ നിന്നും പെനിട്രേറ്റ് ചെയ്ത് എവിടെ ഈ പെരിട്ടോണിയൽ കാവിറ്റിക്കകത്തോട്ട് നിറയുക. സോ അങ്ങനെ ഗ്രാജ്വലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിറഞ്ഞ് നമ്മൾ പറയാം ഒരു 500 ml വരെയൊക്കെ ആവുന്ന സമയത്ത് അതിനെ എന്താ പറയുക പറഞ്ഞാൽ മിനിമൽ അസൈറ്റിസ് എന്ന് പറയും. ഈ അമരാലയ കൊടുത്ത് അതെങ്ങനെ കൊണ്ടുവരിക പറഞ്ഞാൽ സോഡിയത്തിൻ്റെ ലെവൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, ഈ അസൈറ്റിസിൻ്റെ റിഡക്ഷൻ, പിന്നെ യൂറിൻ്റെ ഔട്ട്പുട്ട്, ഇങ്ങനെ കുറേ ഇതും അതുപോലെ തന്നെ കുറേ ഫുഡിൽ, ആഹാരത്തിൽ കുറേ നിയന്ത്രണം, അതായത് നമ്മൾ സാധാരണ രീതിയിൽ ലോക്കലി പറഞ്ഞാൽ പഥ്യം എന്ന് പറയും. അപ്പോൾ അതിൽ ചില സംഭവം, ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു സാധാരണ ഒരാൾ, ഒരു സാധാരണ നോർമൽ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഏകദേശം ഒരു 2-2.5 ലിറ്റർ വെള്ളം വരെ അകത്ത് നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷേ ഈ സിറോട്ടിക് പേഷ്യൻറ്റിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അത് പിന്നെ ബോഡി വെയ്റ്റ് അനുസരിച്ചാണ്. ബോഡി വെയ്റ്റ് കൂടിയ പേഷ്യൻസിൽ കുറച്ചുകൂടെയൊക്കെ വെള്ളം എടുക്കാം. എന്നാൽ നോർമൽ ഒരു സാധാരണ രീതിയിലുള്ള ഒരു പേഷ്യൻറ്റിൽ പറയുകയാണെങ്കിൽ ഒരു 50 കിലോയ്ക്ക് താഴെ അല്ലെങ്കിൽ ഒരു 40 kg ഒക്കെ ഉള്ളൊരു പേഷ്യൻറ്റിലാണെങ്കിൽ മാക്സിമം ഒരു 800 ml വെള്ളം മതി. അതൊരു 50 കിലോയൊക്കെ ആണെങ്കിൽ 1 ലിറ്റർ, 60 കിലോയ്ക്ക് മുകളിൽ 1.25 ലിറ്റർ, ഒരു 80 കിലോയ്ക്ക് മുകളിലൊക്കെ ഉണ്ടെങ്കിൽ 1.5 ലിറ്റർ കഷ്ടി അതിനകത്തോട്ട് നിർത്താൻ നോക്കണം. അങ്ങനെ നമ്മൾ നിർത്തി. അതുമാത്രമല്ല പൊട്ടാസ്യം കണ്ടൻറ്റ് അധികമായിട്ടുള്ള ഏതാ പറഞ്ഞാൽ നമ്മളുടെ മുന്തിരിങ്ങ, ഓറഞ്ച്, പിന്നെ ഇങ്ങനെയുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്ന, അതായത് പൊട്ടാസ്യം കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഏത്തപ്പഴം, നേന്ത്രപ്പഴം, അതുപോലെ തന്നെ കരിക്ക് വെള്ളം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ പാടെ കുറച്ചുകൊണ്ട് ആഹാരത്തിൽ പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന കഞ്ഞി, ചോറ്, അതുപോലെ തന്നെ ഏതാ പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന അവിയലോ തോരനോ അല്ലെങ്കിൽ സാമ്പാറോ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിനകത്തൊക്കെ ആവശ്യത്തിന് സാധാരണ ഒരു മനുഷ്യൻ കഴിക്കുന്ന അതേ അളവ് ഉപ്പിട്ട് കഴിക്കുക. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാനുള്ള എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും നമ്മൾ ഉപ്പ് ഇപ്പം വെള്ളത്തിലോ അല്ലെങ്കിൽ എന്താ പറയുക കഞ്ഞിയാണ് കുടിക്കുക പറഞ്ഞാൽ കഞ്ഞിക്കകത്ത് ഒരു തരി ഉപ്പ് പോലും ഇടാൻ പാടില്ല. അതുപോലെ നമ്മൾ മോരാണ് ഉപയോഗിക്കുകയാണെങ്കിൽ മോരിനകത്ത് ഒരു തരി ഉപ്പ് പോലും ഉപയോഗിക്കാൻ പാടില്ല. അല്ല തൈര് ബാക്കിയുള്ളതിനകത്തൊക്കെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിന് കഴിക്കാം. അത് അവിയലാണെങ്കിലും തോരനാണെങ്കിലും എന്താ സാമ്പാറാണെങ്കിലും രസമാണെങ്കിലും അതിനകത്തൊക്കെ നമ്മൾ കഴിക്കാം. പക്ഷേ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു കാരണവശാലും ഒരു തരി ഉപ്പ് പോലും ഇട്ട് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് നമ്മളൊരു ഇപ്പോൾ ഡീകോമ്പൻസേറ്റഡ് ഒക്കെ ആണെങ്കിൽ 3 തൊട്ട് 6 മാസം വരെ അസൈറ്റിസ് റിഡക്ഷൻ തന്നെ ആവശ്യം വരും.
അത്രയും സമയം എടുക്കും. നമ്മൾ ഇത് അമരാല എത്ര കാലം കഴിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അമരാലയുടെ എത്ര കാലം കഴിക്കണം എന്നുള്ള ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഡീകോമ്പൻസേറ്റഡ് സിറോസിസ് ആണെങ്കിൽ ഒരു അസൈറ്റീസ് അതുപോലുള്ള സംഭവം നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ ഒരു 6 മാസം വരെയൊക്കെ സമയം എടുത്തേക്കാം. അതേസമയം ഡീകോമ്പൻസേറ്റഡ് അല്ല, അസൈറ്റീസ് ഉണ്ട് ബട്ട് ഡീകോമ്പൻസേറ്റഡ് അല്ല, കോമ്പൻസേറ്റഡ് ആണെങ്കിൽ അത് ഒരു 3 മാസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് അസൈറ്റീസ് നിർത്താം. പക്ഷേ ട്രീറ്റ്മെൻറ്റ് എത്ര കാലം എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ 9 മാസം മിനിമം, മറ്റേതാണെങ്കിൽ ഒരു വർഷം തൊട്ട് ഒരു 1.5 വർഷം വരേക്കും ഡീകോമ്പൻസേറ്റഡ് സിറോസിസിൽ എടുക്കേണ്ടി വരും. പറഞ്ഞാൽ ഇവർക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് പറഞ്ഞാൽ ഫ്രീക്വൻ്റ് ഹോസ്പിറ്റൽ വിസിറ്റ്. അതെന്തിനാ പറഞ്ഞാൽ ഒന്നുകിൽ അസൈറ്റീസ് അല്ലെന്നുണ്ടെങ്കിൽ ശ്വാസം മുട്ടാവും, വേണമെങ്കിൽ പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയുന്ന അസുഖത്തിലോട്ട് പോകും. നമുക്കുള്ളത് സിറോസിസാണ്. ബട്ട് പ്ലൂറൽ എഫ്യൂഷൻ പറഞ്ഞാൽ ലങ്സിനകത്ത് വെള്ളം കിട്ടുക, അല്ലെങ്കിൽ ലങ്സിൻ്റെ സാക്കിനകത്ത് വെള്ളം നിറയുക. അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ട് വരുന്ന പറഞ്ഞാൽ അത് ഡ്യൂ ടു പറഞ്ഞാൽ അസൈറ്റീസ് എന്ന് പറയുന്ന സംഭവം ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഞാൻ പറഞ്ഞ ഈ സംഭവങ്ങൾ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ പറഞ്ഞാൽ അമരാലയ കൃത്യമായിട്ട് കഴിക്കുക. ഇനി അമരാലയിലോട്ട് നമ്മളെങ്ങനെയാണ് വന്നത്, എന്തുകൊണ്ട് അമരാലയ, അല്ലെങ്കിൽ ഈ അമരാലയ പറയുന്ന കൺസെപ്റ്റ് എന്താണ്? അമരാലയ പറയുന്ന കൺസെപ്റ്റ് പറഞ്ഞാൽ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന പോലെ, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു മരുന്ന് കഴിക്കുന്ന പോലെ രാവിലെ ഉച്ചയ്ക്ക് രാത്രി കഴിക്കണോ? വേണ്ട, ഒരിക്കലുമില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ട്രഡീഷണൽ, അതായത് പാരമ്പര്യത്തിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സംഭവമാണ്. എല്ലാ ദിവസവും രാവിലെ മാത്രം, അതും നമ്മൾ എംപ്റ്റി സ്റ്റൊമക്ക്, വെറും വയറ്റിൽ കഴിക്കേണ്ട ഒരു ഔഷധമാണ്. അത് കഴിക്കുക. 6:30 മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ 7 മണിയാകുമ്പോൾ, അരമണിക്കൂർ മരുന്ന് കഴിച്ചതിനും ഇതിനും തമ്മിലായിട്ട് 7 മണിക്കൂറാകുമ്പോൾ എന്ത് ചെയ്യുക പറഞ്ഞാൽ 7 മണിയാകുമ്പോൾ, 7 മണിക്കൂറല്ല 7 മണിയാകുമ്പോൾ ചായ കുടിക്കാം. 7:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കമ്പൽസറി ആയിട്ട് കൊടുത്തിരിക്കുക. അത് കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള റുട്ടീനാണ്, നമ്മൾ സാധാരണ കഴിക്കുന്ന പോലുള്ളത് കഴിക്കുക. ഇതിനകത്ത് കഴിക്കാൻ പറ്റാത്ത കുറേ സംഭവം പറഞ്ഞാൽ പൊട്ടാസ്യം കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള പഴവർഗ്ഗങ്ങൾ ഒഴിവാക്കുക. നോർമലി പറഞ്ഞാൽ ഇപ്പോൾ സിറോട്ടിക് പേഷ്യൻ്റ് പറഞ്ഞാൽ ഒട്ടുമുക്കാൽ, എല്ലാവരും ഒന്നുമല്ല, ഒട്ടുമുക്കാൽ പേഷ്യൻസും ഡയബറ്റിക്കും ആയിരിക്കും. അവർ ഡയബറ്റീസ്, അതായത് ടൈപ്പ് 1 ടൈപ്പ് 2 ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അവർക്ക് ഉണ്ടായിരിക്കും. അതെല്ലാം ഡ്യൂ ടു ലിവർ ഡിസോർഡർ കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഈ അമരാലയ പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ അസുഖത്തിന് മാത്രമുള്ള സംഭവമാണ് അല്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഇതിൽ പറഞ്ഞാൽ നമ്മൾ ജോണ്ടിസ് പറഞ്ഞാൽ അത് ഏത് ടൈപ്പ് ആണെങ്കിലും, ഹീമോലൈറ്റിക് ആണെങ്കിലും ശരി, അല്ലാന്നുണ്ടെങ്കിൽ അബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ആണെങ്കിലും അതിൽ 3 ടൈപ്പ് ഉണ്ട്. അല്ലെങ്കിൽ വൈറൽ ജോണ്ടിസ് ആണെങ്കിലും, ഈ ഏത് ടൈപ്പ് ഓഫ് ജോണ്ടിസ് ആണെങ്കിലും അതിൽ നിന്ന് പൂർണ്ണമായിട്ട് നമുക്കത് ക്യൂർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ തന്നെ, അതായത് സിറോട്ടിക് സ്റ്റേജിലോട്ട് പോകുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായ ഫാറ്റി ലിവർ, അല്ലെങ്കിൽ ഫാറ്റി ഇൻഫിൽട്രേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ കരൾ വീക്കം എന്ന് പറയുന്ന സംഭവത്തിലോട്ട് പോകുന്ന ഒരു ലിവറാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ബാക്കിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? പൂർണ്ണമായിട്ടും ബാക്കിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ ഡ്യൂറേഷൻ, നമുക്കിപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയം എന്താ പറഞ്ഞാൽ ഇത് എത്ര കാലം കഴിക്കേണ്ടി വരും, ഇനി ഒരു ദിവസം എത്ര പ്രാവശ്യം കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ സാധാരണ മെഡിസിൻ പോലെ രാവിലെ ഒന്ന്, ഉച്ചയ്ക്ക് ഒന്ന്, വൈകുന്നേരമാണോ, അല്ലെങ്കിൽ ഈ മരുന്നിനകത്ത് ഇത് മരുന്ന് ടാബ്ലറ്റ് ആണോ, ഗുളികയാണോ, പൗഡറാണോ, അങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. ആദ്യമായിട്ട് പറയാം, ഈ മരുന്ന് എന്ന് പറയുമ്പം, അതായത് അമരാലയ എന്ന് പറയുമ്പോൾ, അമരാലയ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 22 ഔഷധങ്ങളുടെ ഒരു കൂട്ടാണ്. അത് നമ്മളിപ്പോൾ ഒരു ഡോസ് എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തേക്കുന്നത് 4 ഗ്രാം പൗഡറാണ് ഒരാൾക്ക്. അതായത് ആവറേജായിട്ട് 60 കിലോ വെയിറ്റുള്ള ഒരാൾക്ക് കഴിക്കേണ്ടത് പറഞ്ഞാൽ 4 ഗ്രാം പൗഡറാണ്. ആ 4 ഗ്രാം പൗഡർ എപ്പോൾ കഴിക്കണം പറഞ്ഞാൽ അതിരാവിലെ എംപ്റ്റി സ്റ്റൊമക്കിലാണ്, വെറും വയറ്റിൽ. അപ്പോൾ അത് കഴിക്കേണ്ട രീതി, അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യേണ്ട മുറകൾ, പിന്നെ അത് കഴിക്കുമ്പോൾ ഏതൊക്കെ ആഹാരം കഴിക്കാം, ഏതൊക്കെ ആഹാരം കഴിച്ചുകൂടാം, ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഈ 4 ഗ്രാം പൗഡർ എടുക്കുന്നു, 200 മില്ലി, 200 ml പറഞ്ഞാൽ സാധാരണ 1 കപ്പ് വെള്ളം ഒരു ബൗളിൽ വയ്ക്കുക, തിളപ്പിക്കുക. വെള്ളം നല്ലവണ്ണം വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ സാഷെ, ഇതിനകത്ത് 4 ഗ്രാം പൗഡറിൻ്റെ ഒരു സാഷെ ഉണ്ട്, ആ സാഷെ എടുത്ത് പൊട്ടിച്ച് നേരെ അതിനകത്തോട്ട് ഇടുക. ഇട്ട ഉടനെ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യുക. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നല്ലൊരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അത് ഒരു 10 മിനിറ്റ് തന്നെ തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം അരിച്ചിട്ട് അതിൽ കിട്ടുന്ന വെള്ളം, ഡിക്കോഷൻ, അതാണ് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കേണ്ടത്. ഇനി കഴിക്കുന്നത് എപ്പോഴാണ്, അത് നമ്മൾ ഒരാൾ ഉറക്കം എണീക്കുന്ന അനുസരിച്ച് അവരുടെ ടൈം അനുസരിച്ച് അവർ കഴിക്കാം. എന്നാലും ഞാനൊരു ആവറേജ് പറയാം.
രാവിലെ 6:30 മരുന്ന് കഴിച്ചെന്ന് വിചാരിക്കുക. നമ്മൾ 6 മണിക്കോ അല്ലെങ്കിൽ 6:20 നമ്മൾ പ്രിപ്പയർ ചെയ്തു. 6:30 ആകുമ്പോൾ നമ്മൾ മരുന്ന് കഴിച്ചു. മരുന്ന് 6:30 കഴിച്ചു. 7 മണിയാകുമ്പോൾ ചായ അല്ലെങ്കിൽ കാപ്പി അങ്ങനെ എന്തെങ്കിലും സാധനം കുടിക്കണമെങ്കിൽ കുടിക്കാം. 7:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കമ്പൽസറി ആയിട്ട് കൊടുത്തിരിക്കണം. ഇത് ഞാൻ പറഞ്ഞത് 60 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക്. ഇനി അവരുടെ വെയിറ്റ് കുറയുന്നതനുസരിച്ച് 3 ഗ്രാം എടുത്താൽ മതിയാവും. അല്ല ചില നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അതനുസരിച്ചാണ്. അത് അന്നേരം എന്താ പറയുക, ത്രൂ ഡിസ്കഷൻ എല്ലാവർക്കും ബ്ലൈൻഡായിട്ട് 4 ഗ്രാം അല്ല, അത് അവരുടെ ബോഡി വെയിറ്റ്, അസുഖത്തിൻ്റെ സിവിയറിറ്റി ഇതെല്ലാം അനുസരിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. ഇനി ലിവർ സിറോസിസ് പേഷ്യൻ്റ് എല്ലാ ദിവസവും കഴിക്കണമെന്ന് പറഞ്ഞു. എത്ര കാലം കഴിക്കേണ്ടി വരും? എത്ര കാലം കഴിക്കേണ്ടി വരും പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആവറേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9 മാസം അവരെന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് മരുന്നെടുക്കേണ്ടി വരും. അതിന് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരളിൽ ഈ ഒരു സ്റ്റേജിലോട്ട് എത്താൻ, അതായത് സിറോസിസ് എന്ന് പറഞ്ഞ സ്റ്റേജിലോട്ട് എത്താൻ കരളെടുക്കുന്ന സമയം 10 കൊല്ലം. 10 കൊല്ലം കൊണ്ട് ഡെവലപ്പ് ചെയ്ത സാധനം നമ്മൾ 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ തീർക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പോൾ അത് പിന്നെ ഇതിനകത്ത് തന്നെ വേറൊരു സംഭവം എന്താ പറഞ്ഞാൽ, ഒരു സ്കാനും അടുത്ത സ്കാനും തമ്മിൽ സ്കാൻ എടുക്കുന്നതിൻ്റെ വ്യത്യാസം തന്നെ ഒരു 6 മാസം വേണ്ടി വരും. എന്തായിരുന്നാലും നമുക്ക് കുറച്ചുകൂടെ ആകാംക്ഷയുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2, 3, 4 മാസത്തിനകത്ത് എടുക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ ആവറേജായിട്ട് കരളിനകത്ത് ചേഞ്ചസ് നടക്കാൻ 6 മാസം സമയം എടുക്കും. അപ്പോൾ ഇതിൽ ഇവർ പൂർണ്ണമായിട്ടും അതിലോട്ട് റിവേഴ്സ് ചെയ്ത് വരുമോ? പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്ത് വരും. അതിനകത്ത് അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് അവർ പൂർണ്ണമായിട്ടും ഇത് ചെയ്ത് വരും. കുറച്ച് ടൈം, ഇപ്പോൾ 9 മാസം ഞാൻ പറഞ്ഞില്ല, മിനിമം 9 മാസം. വളരെ സിവിയറായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഇച്ചിരി കൂടെ ടൈം അങ്ങോട്ട് പോകുമായിരിക്കും. എന്തായാലും 9 മാസം മിനിമം എടുക്കേണ്ടി വരും. അത് 1. 2, ഇത് ഫാറ്റി ലിവറിന് 9 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ എടുക്കേണ്ടി വരുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഫാറ്റി ലിവറിൽ ഗ്രേഡ് 1 പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് തന്നെ അവർ എന്താ പറഞ്ഞാൽ നോർമൽ ലിവറിലോട്ട് എത്തും. അതുപോലെ നമ്മളിപ്പോൾ മഞ്ഞപ്പിത്ത രോഗികൾ എന്ന് വിചാരിക്കുക. ഇപ്പോൾ ജോണ്ടിസ് പേഷ്യൻ്റ്, ഇപ്പോൾ റീസെൻ്റായിട്ട് പത്രത്തിലൊക്കെ ഒരുപാട് വരുന്നുണ്ട് ജോണ്ടിസിൻ്റെ ഇതുണ്ട്. അപ്പം ജോണ്ടിസ് പേഷ്യൻറ്റിൽ ഇതുപോലെ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടതുണ്ടോ? ഒരിക്കലും അല്ല. അവർ ആഴ്ചയിൽ 1 ദിവസം മാത്രം കഴിച്ചാൽ മതി. അവരുടെ ബിൽറുബിൻ്റെ ലെവൽ വെച്ചിട്ട് അവർ നമ്മളിപ്പോൾ ആദ്യമായിട്ട് കഴിക്കുക, ഒരു 30 ഉള്ളൊരു പേഷ്യൻ്റ് നമ്മൾ കഴിക്കാമെന്ന് വിചാരിക്കുക, ബിൽറുബിൻ 30 ഉള്ള ഒരു പേഷ്യൻ്റ് കഴിക്കാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ SUVT ഒരു എബോവ് 1000 അല്ലെങ്കിൽ 700 എബോവ് ഉള്ള ഒരു പേഷ്യൻ്റ് കഴിക്കാമെന്ന് വിചാരിക്കുക. അവരെത്ര സമയം കൊണ്ട് തിരിച്ച് ബാക്കിലോട്ട് കൊണ്ടുവരാൻ പറ്റും പറഞ്ഞാൽ, ഒരാഴ്ചയിൽ ഇപ്പോൾ നമ്മളൊരു സൺഡേ കഴിക്കുന്നു, അടുത്ത സൺഡേയിൽ വേണമെങ്കിൽ അവർക്ക് ഇത് കംപ്ലീറ്റ് നോർമൽ ആയില്ല എന്നുണ്ടെങ്കിൽ 2ാമത്തെ ഡോസ് കഴിക്കാം. അങ്ങനെ വളരെ സിവിയറായിട്ട് നിൽക്കുന്ന ആൾക്കാർ മാക്സിമം ഒരു 5-6 ഡോസ് വരെയൊക്കെ പോകാറുണ്ട്. ഡോസാണ് 5-6 ഡോസാണ്, 5-6 പാക്കറ്റല്ല, 5-6 ഡോസ് കഴിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഇത് കഴിക്കുമ്പോൾ സാധാരണ ഞാൻ ഇത് പറഞ്ഞാൽ മഞ്ഞപ്പിത്ത രോഗികൾക്ക് വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ രോഗികൾക്കോ അല്ല, വളരെ സിവിയറായിട്ട് നിൽക്കുന്ന കരൾ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫുഡ് ചാർട്ട്. നമ്മളിപ്പോൾ എന്താ പറഞ്ഞാൽ ആഹാരം എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ സാധനം കഴിച്ചുകൂടാ, ഇത് കഴിക്കുമ്പോൾ ഈ മരുന്നും അതും തമ്മിൽ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ? ആദ്യമായിട്ട് പറയട്ടെ, നമ്മളുടെ ഈ അമരാലയും നമ്മൾ കഴിക്കുന്ന ആഹാര സാധനമായിട്ട് യാതൊരു റിയാക്ഷനോ ബാക്കിയുള്ള സംഭവങ്ങളോ ഒന്നുമേ അതിനകത്ത് വരത്തില്ല. ഞാൻ ഈ പറയുന്നത് കംപ്ലീറ്റായിട്ട് ഈ പറയുന്ന മുഴുവൻ വസ്തുതകളും ഏതിനെ ബേസ് ചെയ്താൽ പറഞ്ഞാൽ നമ്മൾക്ക് വന്നിരിക്കുന്ന അസുഖത്തെ ബേസ് ചെയ്താണ്. ഇപ്പോൾ ഒരു സിറോട്ടിക് പേഷ്യൻ്റ് നമ്മൾ പറയാം വെള്ളം കുടിക്കുന്നതിൽ ഇപ്പോൾ അവർക്ക് അസൈറ്റിസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അസൈറ്റിസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പേഷ്യൻറ്റിൽ പറഞ്ഞാൽ അവർ അകത്തോട്ട് എടുക്കുന്ന വെള്ളത്തിൻ്റെ ലെവല് ഏതാണ്ട് 1 ലിറ്ററിന് താഴെ. അത് 1 ലിറ്ററിന് താഴെ പറഞ്ഞാൽ അവിടെ ഞാൻ പറയുന്നുണ്ട് അവരുടെ വെയിറ്റ് അനുസരിച്ച്, ബോഡി വെയിറ്റ് അനുസരിച്ച്. 2ാമത്തെ കാര്യം, യൂറിൻ ഫോം ചെയ്യണമെങ്കിൽ ഒരാൾക്ക് യൂറിൻ ഫോം ചെയ്യണമെങ്കിൽ നിശ്ചിത എമൗണ്ട് ഓഫ് എന്താ പറഞ്ഞാൽ സോഡിയം, അതുപോലെ തന്നെ പൊട്ടാസ്യം, ഞാൻ നേരത്തെ പറഞ്ഞു സന്തുലിതാവസ്ഥയിൽ വരണം. ഇത് ഒരു കാരണവശാലും നമ്മൾ ഒരു പരിധിക്കപ്പുറം നമ്മളുടെ ശരീരത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ആഹാരത്തിൽ എടുക്കുന്ന ഉപ്പിൻ്റെ ലെവൽ കുറയ്ക്കുവാൻ പാടില്ല. 3ാമത്തെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ചീപ്പായിട്ട് ഇന്നത്തെ ഇതിൽ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു സംഭവം എന്താ പറഞ്ഞാൽ കോഴിമുട്ടയാണ്. കോഴിമുട്ടയുടെ വെള്ള, അത് ഏത് മുട്ടയായാലും കുഴപ്പമില്ല, ആ മുട്ടയുടെ വെള്ള പറഞ്ഞാൽ വെള്ളയ്ക്കകത്തുള്ളത് ആൽബുമിൻ എന്ന് പറയുന്ന ഘടകം. നമ്മളുടെ ശരീരത്ത് അല്ലെങ്കിൽ കയ്യിലെ കാലിലൊക്കെ നീര് വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്താ പറഞ്ഞാൽ ബ്ലഡിലെ ആൽബുമിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറയുന്നത് കൊണ്ടാണ്. ഈ ആൽബുമിൻ്റെ റോൾ എന്താ പറഞ്ഞാൽ, നമ്മൾ പണ്ട് വയൽപ്പാടങ്ങളിലൊക്കെ കണ്ടു കാണും, വയലിന് പാടത്തെ ചുറ്റിലും വരമ്പ് വെച്ചിട്ട് വരമ്പിൻ്റെ പുറത്ത് ചെളി വെച്ച് മമ്മട്ടി വെച്ച് തേക്കുന്ന ഒരു ഇതുണ്ട്. അതേപോലെ എല്ലാ ബ്ലഡ് വെസൽസിൻ്റെയും, അതായത് വെയിൻസ്, കാപ്പിലറീസ്, ആർട്ടറീസ്, ആർട്ടീരിയോൾ, അതുപോലുള്ള എല്ലാ വെസൽസിൻ്റെയും അകത്ത് ഈ ചെളി വെച്ച് ഇത് ചെയ്തേക്കുന്ന പോലെ ഉള്ള ഒരു പാടയായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഈ ആൽബുമിൻ. സോ ആൽബുമിൻ്റെ അളവ് കുറയുമ്പോൾ
അതിനകത്ത് നിൽക്കുന്ന, അതായത് അല്ലെങ്കിൽ നമ്മളുടെ ഇത് രക്തക്കുഴലിനകത്ത് നിൽക്കുന്ന ബ്ലഡിലെ രക്തത്തിലെ ജലാംശം അതുവഴി പെൻട്രേറ്റ് ചെയ്ത് സറൗണ്ടിങ് ടിഷ്യൂസിലോട്ട് പോകുന്നത് കൊണ്ടാണ് ഇഡിമ എന്ന് പറയുന്ന സംഭവം ഡെവലപ്പ് ചെയ്യുന്നത്. സോ ആ ഇഡിമ കുറയ്ക്കാൻ ഓറഞ്ച്, മുന്തിരിങ്ങ, മൊസാമ്പി, പാംകർണൈറ്റ്, പിന്നെ ഇത് നമ്മുടെ ഏതാ പറഞ്ഞ തണ്ണിമത്തൻ, ഇങ്ങനെയുള്ള അതുപോലെ തന്നെ മാമ്പഴം, ചക്കപ്പഴം, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ഒഴിവാക്കിയിട്ട് അതിന് പകരം നമുക്ക് ഫ്രൂട്ട്സ് വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ ആപ്പിൾ കഴിക്കാം, റോബസ്റ്റ കഴിക്കാം, പച്ച തൊലിയുള്ള പഴം റോബസ്റ്റ കഴിക്കാം, അതുപോലെ തന്നെ പേരയ്ക്ക കഴിക്കാം. ഇത്രയും സംഭവങ്ങൾ അതിനകത്ത് കഴിക്കാൻ പറ്റും. പിന്നെ ലിവറിന് ഭയങ്കരമായിട്ട് എന്താ പറഞ്ഞാൽ വളരെ സ്ട്രെസ്സ് കൊടുക്കുന്നതായിട്ടുള്ള എന്താ പറഞ്ഞാൽ മീറ്റ് അങ്ങനെയുള്ള സാധനം ഒഴിവാക്കുക, അതായത് ഇറച്ചി അങ്ങനെയുള്ള സംഭവം ഒഴിവാക്കുക. എന്നാൽ ഇറച്ചി കഴിക്കാമോ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച്, ഇപ്പം നമ്മൾ അതാ ഞാൻ പറഞ്ഞത്, അതിപ്പോൾ ഇറച്ചി കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോയി അത് ചെയ്യും. അങ്ങനെയല്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അസുഖത്തിൻ്റെ ഗ്രേഡ്, നമ്മൾ എത്രത്തോളം ബാക്കിലോട്ട് വന്നിട്ടുണ്ട്, അതൊക്കെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിലോട്ട് നമുക്ക് പോകാം. അമരാലയുടെ ഉപയോഗത്തിലൂടെ ആയിരങ്ങൾ രോഗവിമുക്തി നേടുമ്പോൾ അതിന്റെ പ്രേരക ശക്തിയായി നിലകൊള്ളുന്ന ഡോക്ടർ RL ശക്തിബാബു എന്ന ഭിഷഗ്വരൻ കൂടുതൽ രോഗികളിലേക്ക് ആശ്വാസമെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ്.